മധു, അതായത് ലോറി കുറച്ചും കൂടി ഉയർത്തുകയാണ്. അത് ക്യാബിനകത്തുള്ള മുസ്തഫയെ പുറത്തെടുക്കാൻ വേണ്ടി ലോറിയുടെ ക്യാബിൻ കുറച്ചുകൂടി മുകളിലായിട്ട് ഉയർത്തേണ്ട ആവശ്യമുണ്ട്. 4 റോപ്പ് നിലവിലിട്ടിട്ടുണ്ട്. കൂടുതൽ റോപ്പ് ഇട്ട് സുരക്ഷിതമാക്കിയ ശേഷം അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ക്യാബിനിൽ കടക്കാനുള്ള ശ്രമമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിപ്പം 4 റോപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, കൂടുതൽ റോപ്പ് ഇട്ട് കുറച്ചുകൂടി സുരക്ഷ നിലവിൽ കുറച്ചും കൂടി ഉയർത്താനുള്ള ശ്രമമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റോപ്പ് കുറച്ചുകൂടി ടൈറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഒരു ആശങ്ക പറയുന്നത്. റോപ്പിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്ന സമയത്ത് ഒന്നുകൂടി ഉയർത്താൻ നോക്കിയ സമയത്ത് കുറച്ചുകൂടി ആ റോപ്പ് ടൈറ്റ് ആയിട്ടുണ്ട്. അത് പൊട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് റോപ്പ് വലിയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്. റോപ്പ് വലിയുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നും കൂടി ഉയർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ സമയത്ത്, കാരണം വെള്ളത്തിനടിയിൽ കിടക്കുന്നു, ലോഡോടുകൂടിയുള്ള വാഹനമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനി ലോഡ് ലോറിയിലുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നല്ല ഭാരം ലോറിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വലിക്കുന്ന സമയത്ത്, ഉയർത്തുന്ന സമയത്ത് റോപ്പ് ടൈറ്റ് ആകുന്നുണ്ട്. കുറച്ചും കൂടി ക്യാബിൻ വെള്ളത്തിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ സുരക്ഷിതമായിട്ട് രക്ഷാപ്രവർത്തകർക്ക് അതിനകത്ത് കയറി മുസ്തഫയെ പുറത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. നേരത്തെ സ്കൂബ ടീമിൻ്റെ ആളുകൾ മുങ്ങി തപ്പിയപ്പോൾ ക്യാബിനകത്ത് മുസ്തഫ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാബിൻ ജലനിരപ്പിൻ്റെ മുകളിലോട്ട് ഏകദേശം പൂർണ്ണമായി വന്ന് ക്യാബിൻ താഴ്ന്നു പോകില്ല. കാരണം രക്ഷാപ്രവർത്തകർ കൂടി ക്യാബിനകത്ത് കയറുന്ന സമയത്ത് ക്യാബിൻ താഴ്ന്നു പോകാതെ ഉള്ള നിലയിൽ ക്യാബിൻ നിർത്തിയ ശേഷം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തകർ കയറുക. അതിനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സ് നടത്തി വരുന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് അല്പം കൂടി ഉയർത്താൻ വേണ്ടി ശ്രമം നടത്തിയ സമയത്ത് റോപ്പ് ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെയുള്ള ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉയർത്തുന്നത് തൽക്കാലത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ അടുത്ത് തന്നെയുണ്ട്. ഈ കയറ് കുറച്ചൊരു ടൈറ്റ് ആയിരുന്നു. റോപ്പ് ടൈറ്റ്, ക്രെയിന് പൊക്കുമ്പോൾ ആ റോപ്പ് ടൈറ്റ് ആവുകയാണ്. റോപ്പ് ടൈറ്റ് ആകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. സൗണ്ട് കേട്ട് ആ റോപ്പ് ഒന്നുകൂടി ചീന്തി പൊട്ടുന്നത്. അപ്പോൾ ആ വണ്ടി പിന്നെ താഴത്ത് തന്നെ പോകും. അപ്പോൾ ഞാൻ വലിയ കയറിട്ട് ഇറക്കുന്നുണ്ട്. ഒന്നുകൂടി ബാക്കിയിട്ടാണ് ഈ പൊക്കുള്ളത് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ കൂടുതൽ കയറ് ഇറക്കേണ്ടി വരുമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. കാരണം ഉയർത്തുന്ന സമയത്ത് ഈ റോപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കാരണം ഇത്രയും വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ലോഡുള്ള വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരം കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉയർത്തുന്ന ഘട്ടത്തിൽ. കാരണം 70 അടിയോളം താഴ്ചയുണ്ട്. ആ താഴ്ചയിൽ നിന്നാണ് ഈ ലോറി ക്രെയിൻ ഉപയോഗിച്ച്, ഒരു ക്രെയിൻ മാത്രമാണുള്ളത്, ക്രെയിൻ വെച്ച് ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ലോറി താഴോട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ റോപ്പിൽ നിന്ന് സൗണ്ട് കേട്ടത്. അതുകൊണ്ട് തന്നെ ഉയർത്തുന്നത് തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട്. കൂടുതൽ കയർ ഉപയോഗിച്ച് കെട്ടി വീണ്ടും ഉയർത്താൻ പറ്റുന്നുള്ള സാധ്യതയാണ് നോക്കുന്നത്. കയറൊക്കെ തന്നെ താഴോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയൊരു വടം താഴോട്ട് കരയിലുള്ള രക്ഷാപ്രവർത്തകർ ഈ പാറക്കുളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുളത്തിലുള്ള രക്ഷാപ്രവർത്തകർ അതുകൂടി ഇത് ക്രെയിനിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. നിലവിൽ 4 ഭാഗത്തു നിന്നും ക്യാബിനിൽ ഇത് കുരുക്കിയ ശേഷമാണ് ഇത്രയും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ക്യാബിൻ മുകളിലോട്ട് ഉയർത്തിയിരിക്കുന്നത്. വീണ്ടും കുറച്ചുകൂടി ഉയർത്താൻ നോക്കിയ സമയത്താണ് ഈ നിലവിൽ ക്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോപ്പ് പൊട്ടുന്ന പോലെ ഒരു സംശയം തോന്നി. അതുകൊണ്ട് കൂടുതൽ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു വടം കൂടി ഇട്ട് താഴോട്ട് കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും താഴെയുള്ള രക്ഷാപ്രവർത്തകർ ക്യാബിനിൽ കുരുക്കിയ ശേഷം വലിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. വലിയ 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ക്യാബിൻ ഇത്രയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ കുറച്ചുകൂടി ഉയർത്തിയ ശേഷം, ജലനിരപ്പിൽ നിന്ന് ഉയർത്തി നിർത്തിയ ശേഷം അതിനകത്ത് കയറി മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ഒരു സാധ്യതയാണ് രക്ഷാപ്രവർത്തകർ നടത്തുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് അകത്തേക്ക് കയറണമെങ്കിൽ അവരുടെ കൂടി ഭാരം ചെല്ലുന്ന സമയത്ത് ഇത് കയറ് പൊട്ടിപ്പോകാതിരിക്കാനുള്ള സുരക്ഷ ഒരുക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോൾ അധികമായി കയറുകൾ ഇട്ട് നൽകുന്നത്. ഫയർഫോഴ്സ് ഉണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സ് തന്നെ മുങ്ങൽ വിദഗ്ധരുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും കൂടി ചേർന്നൊരു കൂട്ടായ പരിശ്രമമാണ് നടത്തുന്നത്. ഒരു കയർ കൂടി, ഒരു വലിയൊരു വടം കൂടി താഴോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ അത് ലോറിയിൽ ബന്ധിപ്പിച്ച ശേഷം കുറച്ചും കൂടി ഉയർത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന ലോറി ജലനിരപ്പിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാബിൻ പൂർണ്ണമായിട്ടും വെള്ളത്തിന് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കരയിൽ നിന്ന് കയറ് താഴോട്ടിട്ട് കൊടുത്തിരിക്കുന്നു. അത് ക്യാബിനിൽ ഘടിപ്പിച്ച ശേഷം ക്രെയിനുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. അതിനുശേഷം മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നു. ഏതായാലും ക്രെയിനിന്റെ ഹുക്കിൽ ഒരു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുബഷീർ, ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അല്ലേ? അതിനിടയിൽ ഈ വടം വലിയുന്ന സാഹചര്യമുണ്ട് എന്നും കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അത് തന്നെയാണ് മാധു. ഈ ക്രെയിനിൽ സ്ഥാപിച്ചിട്ടുള്ള വടം, ലോറി വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള റോപ്പ് ഒരു ഘട്ടത്തിൽ അത് അടർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് ചങ്ങല പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോറി ലോക്ക് ചെയ്തിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ലോറി നിലവിൽ എത്തിച്ച് അതേ രീതിയിൽ തന്നെ മുകളിൽ ഉയർത്തി വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഈ കയറിൻ്റെ ഒരു ഭാഗം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടത് വലിക്കാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ നടത്തുന്നത്.
ഇനി സ്വാഭാവികമായിട്ടും ലോറി അത്രയധികം ജാമായ സ്ഥിതിക്ക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്യേണ്ടി വരും. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാതെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൈകൊണ്ട് അടർത്തി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഉയർത്തി വെച്ചിട്ടുള്ള ലോറിയിൽ കയർ കെട്ടിയതിനു ശേഷം നാട്ടുകാർ പല മേഖലകളിലായി തിരിഞ്ഞ് ഈ കയർ ബലത്തോടെ പിടിച്ച് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉയർന്നു നിൽക്കുന്ന ലോറി താഴോട്ട് പോകാതിരിക്കാനുള്ളൊരു നീക്കം എന്ന രീതിയിൽ അതിനെ കണക്കാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കട്ടർ പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ താഴ്ഭാഗത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിക്കുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നേരത്തെ തന്നെ ഒരു മേഖലയ്ക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഭാഗികമായി ഉയർത്തിയ ഇപ്പോൾ ഇത് കയറ്റാനുള്ള ശ്രമം